അതർ സ്റ്റേറ്റിൽ BSc നഴ്സിംഗോ അല്ലെങ്കിൽ GNMോ അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളിൽ പലരും ഈ അതർ സ്റ്റേറ്റിലേക്ക് നഴ്സിംഗ് അഡ്മിഷൻ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും എങ്ങനെ ഒരു കോളേജ് തിരഞ്ഞെടുക്കണം എന്നറിയില്ല. ഇപ്പം എന്നും നിങ്ങളെ കുറേ ഏജൻസി വിളിക്കുന്നു, അവർ ഒരു സ്പെസിഫിക് ഓപ്ഷൻസ് കുറച്ച് കോളേജുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അപ്പം നിങ്ങളത് നോക്കുന്നു, അതിനെപ്പറ്റി നോക്കുന്നു. അങ്ങനെ അല്ലാണ്ട് എങ്ങനെ ചൂസ് ചെയ്യണം, ഈ പറയുന്ന കോളേജുകൾ എങ്ങനെ വിലയിരുത്തണം എന്ന് ആക്ച്വലി ഓൾമോസ്റ്റ് കുറേ കുട്ടികൾക്ക് അറിയില്ല. സോ അതിനൊരു ഹെൽപ്പ് എന്ന പോലെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാർ എടുക്കാൻ വന്നപ്പോൾ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോർഡ് എടുക്കാം, സുസുക്കിയുടെ കാറുകൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രീമിയം സെക്ഷൻസിലേക്ക് പോകാം, ബെൻസ്, ഓഡി അങ്ങനെയൊക്കെയുള്ള സെക്ഷൻസിലേക്ക് പോകാം. പക്ഷെ അപ്പം നമ്മൾ എന്തായിരിക്കും നമ്മൾ നോക്കുന്നത്, ബഡ്ജറ്റ് കുറവുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്നാൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് പോലെയുള്ള കാറുകൾ നമ്മൾ ചൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളൊരു കോളേജ് നോക്കുമ്പോഴും നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് വേണം, എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കണം. അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യാൻ. സോ അങ്ങനെ കുറച്ച് എന്തൊക്കെ ബേസിക് ക്രൈറ്റീരിയ ആണ് നിങ്ങൾ നോക്കണ്ടേ എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൊക്കേഷൻ. നിങ്ങളിപ്പോൾ അതർ സ്റ്റേറ്റിൽ ഇപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ചില അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിലേറ്റീവ്സ് പഠിക്കുന്ന കോളേജുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ചിലപ്പോൾ ആ ഒരു ഏരിയയിലായിരിക്കും, ചിലപ്പം ഏതെങ്കിലും ഒരു റിലേറ്റീവ് അവിടെ താമസിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ ചില കുട്ടികൾ ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്യും. ചിലപ്പോൾ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ നോക്കും, അല്ലെങ്കിൽ തമിഴ്നാട് നോക്കും. പക്ഷേ അപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ കർണാടകയിൽ ഉദ്ദേശിക്കുന്ന ചിലർ പറയും നമുക്ക് ബാംഗ്ലൂർ വേണ്ട, നമുക്ക് മൈസൂർ അല്ലെങ്കിൽ മംഗലാപുരം മതി. പിന്നെ ചില പേരൻസ് നമുക്ക് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാടായിരിക്കും. പക്ഷെ അപ്പോൾ നമുക്കൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഏത് സ്ഥലത്ത്, ഇപ്പം നിങ്ങൾ തമിഴ്നാടായാലും ബാംഗ്ലൂർ ആയാലും ഇപ്പം മൈസൂർ, മംഗലാപുരം ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്ര ആക്സസ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്ഥലത്തുനിന്ന് അവിടേക്ക് എത്ര മണിക്കൂർ ട്രാവൽ ഉണ്ടായിരിക്കും. ഇനി ട്രാവൽ തന്നെ പോട്ടെ, ഇപ്പം അവിടേക്ക് നമുക്ക് കുറച്ച് ഉള്ളിലേക്കാണോ, കാരണം നമ്മുടെ കേരളം പോലെയല്ല ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളും നല്ല വാസ്റ്റായിട്ടുള്ള സ്റ്റേറ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻ സിറ്റി സെൻറ്ററിൽ തന്നെ കോളേജ് വരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ഉള്ളിലേക്കാണോ, ഇനി ഉള്ളിലേക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കണം നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിലും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. മൈസൂർ വേണോ, മംഗലാപുരം വേണോ, ഈ പറയുന്ന തമിഴ്നാട് വേണോ, എന്ത് വേണോ എന്ന് ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതൊരിക്കലും നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കുക. ആക്സസിബിലിറ്റി, ട്രാവലിംഗ് എന്തെങ്കിലും ഉണ്ട്. ചില കുട്ടികളാണ് ഓവറായിട്ട് ട്രാവൽ ചെയ്യാൻ അവർക്ക് പറ്റാത്ത, കുറച്ച് ഓൾറെഡി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ കാണും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രാവലിംഗ് കുറവുള്ള സ്ഥലം നോക്കുക. ട്രാവലിംഗ് ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളാണോ, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് കിട്ടുന്നുണ്ടോ, പിന്നെ നിങ്ങൾ ട്രാവലിംഗ് കൂടുതലുള്ള എടുത്താലും കുഴപ്പമില്ലായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയോ, ബഡ്ജറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു എമൗണ്ട് കാണണം, ഇത്ര ആയിരിക്കണം. അല്ലെങ്കിൽ കാരണം മോസ്റ്റ് ഓഫ് ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന ഒരു 100-80% കുട്ടികളും ലോണിനെ അപേക്ഷിച്ചിട്ടായിരിക്കും നഴ്സിങ്ങിന് പോകുമ്പോൾ അവരുടെ ബാക്കിയുള്ള ഫീസും കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഫീസ്, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങളുടെ പഠനത്തിനായിട്ട് ചിലവാക്കാൻ പറ്റും. ഇനി അല്ല നിങ്ങളുടെ കയ്യിലുള്ള ഇത്ര എമൗണ്ട് ആണ്, ബാക്കി എമൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ലോൺ കിട്ടും, ലോൺ കിട്ടിയാൽ തന്നെ എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊരു ക്ലിയർ കട്ട് ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കുറച്ച് പേരൻസ് ഉണ്ട്, കുഴപ്പമില്ല, ഇപ്പം നമുക്ക് എത്ര ബഡ്ജറ്റ് ആണെങ്കിലും വി ആർ ഓക്കെ വിത്ത് ദാറ്റ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് മതി എന്ന് വരുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, കാറ്റഗറൈസ് ചെയ്ത് നോക്കാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തമിഴ്നാട് സൈഡിലേക്ക് നോക്കാം. തമിഴ്നാട് സൈഡിലേക്ക് നോക്കുമ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവിടുത്തെ എന്ന് വെച്ചാൽ എല്ലാ ക്രൈറ്റീരിയയും ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ ഭയങ്കര പ്രീമിയം അല്ല എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഒരു കോളേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം അറൗണ്ട് ഒരു 9.5-10 ലക്ഷം രൂപയാവും. അവിടെ 9.5-ക്കും താഴെ കോളേജ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണ്, എത്രത്തോളം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. മാക്സിമം ഒരു 9.5 ബഡ്ജറ്റൊക്കെ ഉള്ള കോളേജുകളെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അവിടെ പോകും തോറും 9.5 എന്നുള്ളത് പിന്നെ 10.25, 11, 14, 15 ആ ഒരു റേഞ്ചിലേക്കാണ് തമിഴ്നാട് ഭാഗത്ത് നമുക്ക് ബഡ്ജറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്
നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മംഗലാപുരം ആണെങ്കിലും ഏകദേശം ഇതേ ട്രാക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവിടെയും ഒരു ഡീസൻറ്റ് കോളേജ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം അറൗണ്ട് ഒരു 9 lakh ബഡ്ജറ്റിൽ അവിടെയും കോളേജസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം ട്രാക്ക് തന്നെയാണ് മൈസൂരും പോകുന്നത്. ഇപ്പം മൈസൂരിനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ എണ്ണം വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കൂടുതലും ബഡ്ജറ്റ് അത്രയ്ക്ക് ലോ ആവില്ല. ഏകദേശം ഈ ഒരു 9.5 ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ അവിടെ ഈ ബേസിക് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ തന്നെയാണ്. കാരണം ബാംഗ്ലൂർ നോക്കിക്കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ മുതൽ ഫുഡും അക്കോമഡേഷനും ഫീസും എല്ലാം ഉൾപ്പെടെ കിട്ടുന്ന കോളേജുകൾ അവിടെ ഉണ്ട്. ഞാനൊരു എന്താ പറയുക, ഒരു 3 സെറ്റായിട്ട് പറഞ്ഞുതരാം. ഒരു 7 lakh to ഒരു 8 lakh ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്യൂക്കേഷൻ വൈസ് പക്കയായിരിക്കും. നിങ്ങൾക്ക് INC അപ്രൂവലൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതായിരിക്കും. ബട്ട് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ക്യാമ്പസ് കുറവായിരിക്കാം, ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് പഴക്കമുള്ളതായിരിക്കാം, എല്ലാ ഫെസിലിറ്റീസും ഭയങ്കര അടിപൊളി ആയിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഒരു 7 to 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്നത്. ഇനി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 7 to 8 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞു. ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 8.5 to 10 ഈ 8.5 to 10 കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ബാംഗ്ലൂരിലെ ആക്ച്വലി ഒരു ഡീസൻറ്റ് കോളേജുകളാണ്. എന്ന് വെച്ചാൽ ഈ 8.5 to 10 എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റും അതിനോടൊപ്പം തന്നെ ഈ 8.5 to 10 എന്ന് പറയുന്നത് നമ്മൾ ഫുഡും അക്കോമഡേഷനും ഫീസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ വൈസ് ഏറ്റവും ഏകദേശം നല്ല പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും. ഇൻഫ്രാസ്ട്രക്ചറും അത്യാവശ്യം തെറ്റില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. ഹോസ്റ്റലാണെങ്കിലും ഈ അടിക്കുന്നൊക്കെ ഇട്ട് ഒരുപാട് കുട്ടികളെ ഇടാതെ ഒരു 4-5 കുട്ടികളൊക്കെ ഒരു റൂമിൽ അങ്ങനെ ആയിരിക്കും. നല്ല ഫുഡും കാര്യങ്ങളും ഏകദേശം എന്താ പറയുക, നമ്മൾ ഭയങ്കര ഹൈ എൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. ബട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ആ ഒരു ലെവലിൽ. പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കിയാലും ഒരു 10 ബാംഗ്ലൂരിൽ കുറച്ച് കോളേജുകൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള കോളേജുകളുണ്ട്, ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ളതുണ്ട്. ഇനിയില്ല ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ അനുസരിച്ച് ടൈഅപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉള്ള കോളേജുകളായിരിക്കും ഈ 8.5 to 10 ലക്ഷത്തിന് അല്ലെങ്കിൽ ഒരു 10.5 ലക്ഷത്തിനുള്ളിൽ വരുന്നത്. ഇനിയുള്ള നെക്സ്റ്റ് കാറ്റഗറി നമ്മൾ ബാംഗ്ലൂർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10.5 മുതൽ ഒരു 12 വരെ. 12 നമുക്ക് അതിന് മുകളിലോട്ട് 10.5 അല്ലെങ്കിൽ ഒരു 11 മുതൽ ഒരു 14-15 ലക്ഷത്തിലേക്ക് പോകുമ്പം മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളായിരിക്കും ഈ പറയുന്ന ബാംഗ്ലൂർ സൈഡിലേക്ക് വരുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് ഹൈ ആയിട്ട് നിൽക്കുമ്പം അത്രയും എന്താ പറയുക പോർഷായിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ക്യാമ്പസുകളും അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഒരുപാട് വീഡിയോസ് നമ്മൾ കോളേജ് ഇൻസൈഡ് ദ ക്യാമ്പസ് കയറി ഇറങ്ങി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അപ്രൂവൽസ് ആണ്. ഉറപ്പായിട്ട് നമ്മൾ അപ്രൂവൽസ് നോക്കണം. കാരണം നമ്മൾ 4 വർഷം പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ടായിരിക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ തമിഴ്നാടാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും തമിഴ്നാട് ഗവൺമെൻറ്, അതായത് TNMC അപ്രൂവൽ ഉണ്ടോ നോക്കുക, INC നോക്കുക. അതേപോലെ തന്നെ കർണാടക നോക്കിയാലും ഇപ്പോൾ INC അപ്രൂവൽ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കർണാടകയുടെ സ്റ്റേറ്റ് അപ്രൂവൽ, അതായത് KNC അപ്രൂവൽ നോക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ അവർ സർട്ടിഫിക്കറ്റ് ഉള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നിഷൻ ആ കോളേജിനുണ്ടെന്നും കൂടി നമ്മൾ ഉറപ്പുവരുത്തുക. ഇതാണ് അപ്രൂവൽസിലുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന കോളേജിൽ ലാബും ലൈബ്രറി, അതായത് ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട്. ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലാബുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പോസ്റ്റിങ്ങിൽ, അതായത് ഹോസ്പിറ്റൽസിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പരിചയപ്പെടേണ്ട കുറേ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻസും കുറേ പ്രൊസീജിയറുകളും ഉണ്ട്. ഇത് നിങ്ങളൊരു ലാബിലെ പോസ്റ്റിങ്ങിന് ടൈമിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം എന്നിട്ടാണ് നിങ്ങളൊരു പ്രാക്ടീസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക, നിങ്ങൾക്ക് പരിചിതമാകുന്നത്, കുറച്ചും കൂടി പരിചിതമാകുന്നത്. സോ അതുകൊണ്ട് തന്നെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബുകളും ലൈബ്രറികളും ഉള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്കറിയാം, നമ്മൾ പോകുന്ന കോളേജുകളിലെല്ലാം നമ്മൾ മാക്സിമം അവിടുത്തെ ലാബുകളും ലൈബ്രറികളും നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയതിലിപ്പോൾ എന്താ പറയുക, ഭയങ്കര ബഡ്ജറ്റ് അല്ലാത്ത ഒരു നോർമൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന എല്ലാ കോളേജുകളിലും നമ്മൾ ആക്ച്വലി അത്യാവശ്യം നല്ല ലാബുകളും ലൈബ്രറികളും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലതുണ്ട് ഭയങ്കര ലോ ബഡ്ജറ്റിൽ ആയിരിക്കും, ഒരു സെറ്റപ്പും കാണില്ല. പക്ഷേ ചില ലോ ബഡ്ജറ്റ് കോളേജുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നല്ല ലാബുകളും ലൈബ്രറികളും ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര പേര് കേട്ട കോളേജുകൾ, അത് നമ്മളങ്ങനെ എല്ലാ കോളേജുകളും ആണെന്ന് പറയുന്നില്ല, ചില കോളേജുകളിൽ അവരുടെ ഒരു 10-600 കോഴ്സുകൾ
കോളേജുകളിൽ അവർക്ക് ഒരു കോഴ്സായിരിക്കും നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ അവർക്കിപ്പോൾ അതിൻ്റെ ലാബുകളും ലൈബ്രറികളും ഒന്നും അടിപൊളിയാക്കി വെക്കണമെന്ന് അവർക്ക് നിർബന്ധവും ഇല്ല. ഡൊണേഷൻ വരെ വാങ്ങുന്ന കോളേജുകളായിരിക്കും. നമ്മളത് അങ്ങനെയുള്ള കോളേജുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന നഴ്സിംഗ് എന്ന് പറയുന്ന ആ കോളേജിൻ്റെ ഭയങ്കര പേര് കാരണം അവർ വലിയ ഡൊണേഷനൊക്കെ വാങ്ങിച്ച് അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്, കുട്ടികളും പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഈ പറയുന്ന ലാബോ ഫെസിലിറ്റിയോ ലൈബ്രറിയോ ഒന്നും ആ ഒരു എമൗണ്ടിൻ്റെ ഇതിന് വെക്കുന്നില്ല, അവർ അത്രയും ഒരു ഇതിൽ വെക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജെൻഡർ, അതായത് ഇപ്പോൾ ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ അഡ്മിഷൻ നോക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പെൺകുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും എവിടെയാണെങ്കിലും അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സീറ്റ്സ് തന്നെ BSc നഴ്സിംഗിന് GNM-ന് അവൈലബിൾ ആണ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ ആൺകുട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിൽ ഭയങ്കര കുറവാണ് ആൺകുട്ടികൾക്ക് നഴ്സിംഗിന് സീറ്റ്. അത്യാവശ്യം ഉണ്ടെന്ന് പറയാനാണെങ്കിൽ അത് കർണാടകയിലേക്ക് പോകുമ്പോഴായിരിക്കും. പിന്നെ അതുമല്ല, ഇപ്പോൾ ഒരു കോളേജിൽ ഒരു 60 സീറ്റ് നഴ്സിംഗിനുണ്ടെങ്കിൽ തന്നെ അതിൽ മാക്സിമം ഒരു 15 അല്ലെങ്കിൽ ഒരു 10 സീറ്റൊക്കെ ആൺകുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ അവൈലബിൾ ആയിട്ടുള്ള കോളേജിൻ്റെ എണ്ണം തന്നെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന ആൺകുട്ടികൾ എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് കൺഫേം ആക്കി വെക്കാൻ നോക്കിക്കോ. പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പോകുമ്പോഴത്തേക്കിന് സീറ്റ് ഉണ്ടാവില്ല, കാരണം അത്രയും ഡിമാൻഡാണ് ആൺകുട്ടികളുടെ നഴ്സിംഗ് സീറ്റിന്. പിന്നെ ഒരു ചേഞ്ചും കൂടി ഉണ്ട്. ഇപ്പം ഒരു കോളേജിൽ ഇപ്പം പെൺകുട്ടികളുടെ നഴ്സിംഗ് സീറ്റിന് 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ചില കോളേജുകളിൽ എക്സ്ട്രാ ഒരു 50,000 1 lakh വരെ എക്സ്ട്രാ സീറ്റിന് പേയ്മെൻറ്റ് വാങ്ങുന്ന കോളേജുകളും ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ക്യാമ്പസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ക്യാമ്പസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന കുറേ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു കാലത്തെ കുട്ടികൾ, കുറേ കുട്ടികൾ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് നല്ല ക്യാമ്പസ് വേണം. നമുക്ക് കോളേജിൻ്റെ ബിൽഡിംഗ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അത്യാവശ്യം നല്ല ക്യാമ്പസ് വേണം, അങ്ങനെ മനസ്സിലുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികളുണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ വൈസ് മാത്രം നല്ലതായിരുന്നാൽ മതി. പിന്നെ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിനോട് എപ്പോഴും അനുബന്ധിച്ച് നിൽക്കും ഈ ക്യാമ്പസും ഇൻഫ്രാസ്ട്രക്ചറും. നമ്മൾ ഏറ്റവും ലീസ്റ്റ് ബഡ്ജറ്റ് എടുക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല നമുക്ക് നല്ല ഭയങ്കര രസമുള്ള ഗ്രൗണ്ട് വേണം, ഭയങ്കര രസമുള്ള ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമുക്ക് ഫുഡും അക്കോമഡേഷനും ഫീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്യാമ്പസ് അങ്ങനത്തെ നമുക്ക് സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്യാമ്പസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി. ഹോസ്പിറ്റൽ ഫെസിലിറ്റി സെപ്പറേറ്റ് വരാൻ കാരണം കുറേ കോളേജുകൾ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള കോളേജുകളുണ്ട്. ഇത് കൂടാണ്ട് ചില കോളേജുകൾ എന്ന് പറയുന്നത് അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും ഒരുപാട് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ആയിട്ട് കുട്ടികൾക്ക് പോസ്റ്റിങ്സ് കൊടുക്കുന്ന കോളേജുകളും ഉണ്ട്. സോ ഇപ്പം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഓൺ ഹോസ്പിറ്റൽ, ഇപ്പം ചില ഓൺ ഹോസ്പിറ്റലുകൾ നമ്മൾ കുറേ കോളേജുകൾ നമ്മളിപ്പോൾ കണ്ടതിൽ ഓൺ ഹോസ്പിറ്റൽ നല്ല പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുമരൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പേഷ്യൻസ് ഉള്ള ഒരു കോളേജാണ്, ഹോസ്പിറ്റലും കൂടിയാണ്. പിന്നെ നമ്മൾ അല്ലാണ്ട് ഇപ്പം നമ്മൾ ചില കോളേജുകളിൽ നമ്മൾ പോയിട്ടുണ്ട്, ഓൺ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെയാണ്, പക്ഷേങ്കിൽ പേഷ്യൻസേ ഇല്ലാത്ത ഓൺ ഹോസ്പിറ്റൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചില കോളേജുകളുണ്ട് അവർ ടൈപ്ഡ് ആയിരിക്കും, അതായത് ഹോസ്പിറ്റലുകളുമായിട്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ടൈപ്പ് ആയിരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കോളേജുകളാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കാരണം അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇപ്പോൾ പോയതിൽ ഒരുപാട് കോളേജുകളിൽ പോയതിൽ കുട്ടികൾ ഹാപ്പി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ഓൺ ഹോസ്പിറ്റൽ ഉള്ളവരെക്കാട്ടിലും കൂടുതൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്ഡ് ആയിട്ടുള്ളതാണ്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ നഴ്സുമാർ നമ്മുടെ ഇങ്ങോട്ട് പറയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്ന് പറയുമെന്ന് നമ്മുടെ അടുത്ത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു കോളേജിനെ താഴ്ത്തി കാണാൻ പാടില്ല. കാരണം അവർക്ക് നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ടൈപ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല പ്രാക്ടീസ് കിട്ടും. പിന്നെ ഇതല്ലാണ്ട് ഇപ്പോൾ ഈ ടൈപ്പ് ഉണ്ട് ചിലപ്പോൾ ഓൺ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതൊന്നും ഇല്ലാത്ത ഓൺ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പോലും പേഷ്യൻസ് ഇല്ലാത്ത ടൈപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കോളേജുകളും ഉണ്ട്. സോ അത് നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമ്മുടെ നാട്ടിൽ നിന്ന് ആക്ച്വലി ഒരു പറിച്ചു നടലാണ്. ഒരു 4 വർഷത്തേക്കിന് നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു പഠനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മാറ്റി നിർത്തുന്നത് നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഹോസ്റ്റലും ഫുഡും നമ്മൾ ഉറപ്പായിട്ട് മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ട കാര്യം. റീസൺ നമ്മൾ 4 വർഷം അവിടെ സർവൈവ് ചെയ്യാൻ നമ്മൾ ജീവിക്കേണ്ട ഒരു ചുറ്റുപാടായിരിക്കുമല്ലോ. സോ അപ്പം നമ്മൾ ഹോസ്റ്റലും ഫുഡും നമ്മൾ ഉറപ്പായിട്ട് നോക്കുക. ഇപ്പോൾ കർണാടക ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും മലയാളി കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും മലയാളി ഫുഡും അവൈലബിൾ ആണ്. പിന്നെ തമിഴ്നാട് ആ ഒരു റീജിയനിലേക്ക് വരുമ്പോൾ കുറച്ച് ഉള്ളിലോട്ടൊക്കെയുള്ള കോളേജുകളിലാണ് മലയാളി ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളത് കുറവായിട്ട് വരുന്നത്. എന്നാലും
ഓൾമോസ്റ്റ് എല്ലാ കർണാടക കോളേജും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ കോളേജുകളിൽ എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റി നോക്കുമ്പോൾ അതും എപ്പോഴും ബഡ്ജറ്റ് അനുസരിച്ചിട്ടായിരിക്കും. കുറേ കോളേജസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രീമിയം വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അതങ്ങനെ ഓപ്ഷൻസ് തരുന്ന കോളേജുകളും ഉണ്ട്. പിന്നെ അല്ല, എല്ലാവർക്കും ഒരേപോലുള്ള ഓപ്ഷൻസ് ഉള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള കോളേജുകളും ഉണ്ട്. എപ്പോഴും നിങ്ങളുടെ ബഡ്ജറ്റ്, ഇപ്പം നിങ്ങൾക്കൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റുള്ള കോളേജാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഹോസ്റ്റൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പറഞ്ഞ 8 പോയിന്റ്സ് ആണ് നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണൊരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുൾഫിൽ ചെയ്യുന്ന നല്ല ഡീസൻറ്റ് കോളേജുകളെ പറ്റി അറിയാനായിട്ടും അഡ്മിഷൻസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.